everyone, welcome to G-Board CUT. It's me and Nafi. എല്ലാവർക്കും മക്കളെ G-Boardന്റെ CUT ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നാഫി. അപ്പോൾ മക്കളെ, നിങ്ങൾ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. നിങ്ങൾ ഒരു പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ അവസാനം വരെ നിർബന്ധമായിട്ടും കണ്ടൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അയച്ചു കൊടുക്കുക. കാരണം അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാമെന്നുള്ളത്. ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ പല ഡൗട്ടാണ്. സാർ, ഞാൻ എന്തിനാണ് CUT ചെയ്തേണ്ട ആവശ്യം? CUT ചെയ്ത് എനിക്കുള്ള മെച്ചം എന്താണ്? CUT ചെയ്തിട്ട് ഞാൻ ഈ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള അടിപൊളി കോളേജ് പോയി പഠിക്കേണ്ട ആവശ്യമുണ്ടോ? എന്തിനാണ് ഞാൻ CUT ചെയ്യുന്നത്? അപ്പോൾ ഒരു ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥി എന്തുകൊണ്ട് CUT എഴുതണം? അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചോ, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്തോ. നിങ്ങൾ CUT എഴുതുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഇത്ര അപ്ഡേറ്റ്സിനായിട്ട് CUT റിലേറ്റഡ് ആയിട്ട് എല്ലാ അപ്ഡേറ്റ്സിനായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അപ്പോൾ ശ്രദ്ധിക്കണേ, എന്താണ് CUT എന്ന് പറഞ്ഞാൽ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് ആണ്. നിങ്ങൾക്ക് UG അഡ്മിഷൻ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഡിഗ്രിക്ക് അതായത് അണ്ടർ ഗ്രാജുവേറ്റ് അഥവാ UG അഡ്മിഷൻ നിങ്ങൾക്ക് പിന്നെ ഹ്യൂമാനിറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, ജോഗ്രഫി, എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ, അതായത് കേരളത്തിലെ യൂണിവേഴ്സിറ്റീസ് അല്ല, ഇന്ത്യയിലെ പല യൂണിവേഴ്സിറ്റീസ്, അതായത് CUTയുടെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ഒരു എക്സാമാണ് ഇത് CUT എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പറഞ്ഞാൽ സ്കോർ ബേസ്, നിങ്ങൾക്ക് CUT എക്സാം എഴുതിയിട്ട് നിങ്ങൾക്ക് എത്ര സ്കോറാണ് കിട്ടുന്നത്, ആ സ്കോറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സാമാണ് എന്ത് CUT എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആർക്കാണ് CUT എഴുതാൻ പറ്റുക? പ്ലസ് ടു പഠിക്കുന്നത്. CUT UG എന്ന് പറയുന്നത് പ്ലസ് ടു. ശ്രദ്ധിക്കുക, ഞാൻ CUT UG കുറിച്ചാണ് പറഞ്ഞത്. പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, ഹ്യൂമാനിറ്റീസ് മാത്രമല്ല സയൻസ്, കൊമേഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാം? CUT ചെയ്താം. ശ്രദ്ധിക്കണേ, അതായത് BA ഓർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാംസ്, BA അതേപോലെ BA ഹോണേഴ്സ് അടക്കമുള്ള ഒരുപാട് കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാം? CUT ചെയ്താം. അത് മാത്രമല്ല സെൻട്രൽ യൂണിവേഴ്സിറ്റീസും അതേപോലെ UPSC അതായത് സിവിൽ സർവീസ്, IAS, IPS, IFS അങ്ങനത്തെ ഒരുപാട് സിവിൽ സർവീസ് കോഴ്സുകളുണ്ട്, അല്ലെങ്കിൽ സിവിൽ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ സിവിൽ സർവീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റി പഠിച്ചിട്ട് ടോപ്പ് ജോബ് നേടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കുള്ളൊരു സൊല്യൂഷനാണ് എന്ത്? CUT എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി CUT എഴുതിയാൽ അയാൾക്ക് ഏതൊക്കെ കോഴ്സ് പഠിക്കാൻ പറ്റും? BA ഓണേഴ്സ് ഹിസ്റ്ററി പഠിക്കാം, BA ഹോണേഴ്സ് പൊളിറ്റിക്കൽ സയൻസ്, BA സോഷ്യോളജി ഹോണേഴ്സ്, BA സൈക്കോളജി ഹോണേഴ്സ്, BA എക്കണോമിക്സ്, BA ഫിലോസഫി, BA ജോഗ്രഫി, BSc ജോഗ്രഫി ഉണ്ട്, അത് BA ലാംഗ്വേജസ് ഇല്ല, ഇംഗ്ലീഷ്, അങ്ങനത്തെ ഒരുപാട് കോഴ്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? CUT എഴുതിയിട്ട് ഇന്ത്യയിലെ ടോപ്പ് ലെവൽ യൂണിവേഴ്സിറ്റീസ് പോയിട്ട് പഠിക്കാൻ പറ്റും. അതായത് നിങ്ങൾ ഇങ്ങനെ CUT എഴുതി കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ ഈ ടോപ്പ് ലെവൽ യൂണിവേഴ്സിറ്റീസിൽ ഈ കോഴ്സിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്? നിങ്ങൾക്ക് ഒന്നുകിൽ സിവിൽ സർവീസ്, അല്ലേ, നമുക്ക് IAS, IPS പോലെയുള്ള സിവിൽ സർവീസ് ജോബിലേക്ക് അടക്കാം, അല്ലെങ്കിൽ റിസർച്ച് ഓഫീസർ ആവാം. പുതിയ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്ന റിസർച്ച് ഓഫീസർ. പല കമ്പനിയിലും പോളിസി അനലിസ്റ്റ് ജോബ് ഉണ്ട്, ആ പോളിസി അനലിസ്റ്റിലേക്ക് എത്താൻ പറ്റും. അതേപോലെ തന്നെ പ്രൊഫസർ ആവാം, ടീച്ചർ ആവാം, എഡ്യൂക്കേഷൻ കൺസൾട്ടൻ്റ് ആവാൻ പറ്റും. അതേപോലെ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ജേർണലിസ്റ്റ് ആവാം. നിങ്ങൾ ശ്രദ്ധിക്കണേ, ജേർണലിസ്റ്റ് ആവാൻ സാധിക്കും. മൾട്ടിമീഡിയ ജേർണലിസം പോലെയുള്ള ജേർണലിസ്റ്റ് കോഴ്സുകളിലേക്ക് പോവാം. അതേപോലെ തന്നെ PR വർക്കുകൾ ചെയ്യാം. അതേപോലെ തന്നെ പബ്ലിക് പോളിസി മാനേജ്മെൻറ്റ്, ഗവേണൻസ്, അതേപോലെ അഡ്വക്കേറ്റ് ആവാം, സോഷ്യൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഡിപ്ലോമാറ്റ്, അങ്ങനത്തെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ്. അതായത് നമ്മൾ ഒരു പുതിയ വേൾഡിലേക്കാണ് നമ്മൾ ഇനി കിടക്കുന്നില്ല, AI റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ജോബിലേക്ക്. അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ജോബുകൾ നമുക്ക് എന്ത് ചെയ്യുന്നു? CUT ചെയ്ത് കിട്ടുന്നു. ഇനി CUT ഹ്യൂമാനിറ്റീസ് ചെയ്തുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം? നിങ്ങൾക്കറിയാം, നമ്മൾ ഓൾറെഡി ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം CUTയിൽ ഇപ്പോൾ നിങ്ങൾ പല കോളേജിലേക്ക് പല രീതിയിലാണ് നിങ്ങൾ എക്സാം എഴുതുന്നത്. ഒരു എക്സാം പറയുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഒരു ഇതിന് ഇപ്പോൾ BA ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു കോഴ്സ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഇംഗ്ലീഷ് മാത്രം ലാംഗ്വേജ് ആയിട്ട് സെലക്ട് ചെയ്താൽ മതിയാവും. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു BA ഹിസ്റ്ററി പഠിക്കണം, അല്ലെങ്കിൽ BA പൊളിറ്റിക്കൽ സയൻസ് പഠിക്കണമെങ്കിൽ നിങ്ങൾ ഡൊമൈൻ സബ്ജക്റ്റ് ആയിട്ട് ഹിസ്റ്ററിയോ പൊളിറ്റിക്കൽ സയൻസോ സോഷ്യോളജിയോ ജോഗ്രഫിയോ സൈക്കോളജി എക്കണോമിക്സ് ഒക്കെ പഠിക്കേണ്ടി വരും. പിന്നെ ജനറൽ ടെസ്റ്റ്, മിക്ക CUTക്കും എന്ത് ആവശ്യമാണ്? ജനറൽ ടെസ്റ്റ് ആവശ്യമാണ്. അപ്പോൾ ഈ 3 രീതിയിലാണ് എന്തുള്ളത്? നിങ്ങൾക്ക് CUT എക്സാം ഉണ്ടാവുക. ഡൊമൈൻ ഉണ്ടാകും, ലാംഗ്വേജ് ഉണ്ടാവും, ജനറൽ ടെസ്റ്റ് ഉണ്ടാവും. ലാംഗ്വേജിൽ ഏകദേശം 10-12 ലാംഗ്വേജ് ഉണ്ട്, ഡൊമൈനിൽ 10-40 ഡൊമൈൻ സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ഇതിന് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ നിങ്ങൾ നോക്കട്ടെ. അതായത് ഓരോ കോളേജിലും ഓരോ കോഴ്സിനും ആവശ്യമായിട്ടുള്ള ഡൊമൈന്, ലാംഗ്വേജ്, ജനറൽ ടെസ്റ്റ് എന്നിവ ഡിഫറെൻ്റ് ആണ്. അപ്പം നിങ്ങൾ ഏത് കോളേജിലാണോ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അവിടുത്തെ കോഴ്സ് നിങ്ങൾ നോക്കുന്നു, ആ കോഴ്സിലേക്ക് ആവശ്യമായ സബ്ജക്റ്റുകൾ ഏതൊക്കെ, അതിനാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിരുന്ന ആ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് കാണണം കേട്ടോ. ഇനി എന്താണ് CUTയുടെ ഒരു പാറ്റേൺ പറഞ്ഞാൽ MCQ ബേസ്ഡ് ആയിട്ട് എക്സാം, അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സാം ആയിട്ട് ഉണ്ടാവുക. ഓരോ കറക്റ്റ് ആൻസറിനും 5 മാർക്ക് വീതം കിട്ടുമ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ളൊരു ആൻസർ, അല്ലെങ്കിൽ നിങ്ങൾ തെറ്റായിട്ടൊരു ആൻസർ മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് അവിടെ എന്തായി പോകും? -1 കിട്ടും. നിങ്ങൾ ശ്രദ്ധിക്കുക, +1 ഒരിക്കലും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. CUTക്ക് പഠിക്കേണ്ട. CUTക്ക് +2 ആണ്. +2ൻ്റെ NCERT ടെക്സ്റ്റ് ബുക്ക് കിട്ടും. നിങ്ങൾ NCERTയുടെ വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കാണാൻ പറ്റും. NCERT ടെക്സ്റ്റ് ബുക്ക് ലൈൻ ബൈ ലൈൻ വായിച്ച് പഠിക്കുക എന്നുള്ളതാണ് എന്ത്? CUT ഹ്യൂമാനിറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥി ചെയ്യണം. അപ്പം CUT ഹ്യൂമാനിറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള
സബ്ജക്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥി NCERT +2 സബ്ജക്റ്റുകൾ ലൈൻ ബൈ ലൈൻ വായിക്കുക എന്നുള്ളതും, അത് വായിച്ചിട്ട് നമ്മൾ ഓൾറെഡി ഇതിന് ടിപ്പിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തു, ആ വീഡിയോ ഒക്കെ നിങ്ങളൊന്ന് കാണട്ടോ, അത് വായിച്ചത് നോട്ട് ചെയ്യുക എന്നുള്ളതും എന്താടാ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ +2 NCERTയുടെ സിലബസ് ആണ്, അതായത് NCERT ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് NCERT വെബ്സൈറ്റിൽ കയറി കിട്ടും. NCERT ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് ലൈൻ ബൈ ലൈൻ നിങ്ങൾ എന്ത് ചെയ്യുക, വായിക്കുക. ഇനി നിങ്ങൾ CUT പഠിച്ചിട്ട് ഇന്ത്യയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണ്? ഡൽഹി യൂണിവേഴ്സിറ്റി ഉണ്ട്, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ജാമിയ മില്ലിയ ഇസ്ലാമിയ, യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട്, രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഇങ്ങനെ ഇന്ത്യയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റീസിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെയൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ CUT എഴുതിയേ പറ്റുള്ളൂ. കാരണം CUT എന്ന് പറഞ്ഞാൽ എന്താ? മെറിറ്റ് ബേസ്ഡ് ആണ് എക്സാം. നമ്മൾ എക്സാം എഴുതിയിട്ട് നമുക്ക് കിട്ടുന്ന മാർക്കിൻ്റെ ബേസിലാണ് നമുക്ക് എന്തുണ്ടാവുക, നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുക. നാഷണൽ ലെവൽ കോമ്പറ്റീഷൻ കേരളത്തിൽ മാത്രമല്ല, കേരളം മുതൽ കശ്മീർ വരെയും ഗുജറാത്ത് മുതൽ അരുണാചൽ പ്രദേശ് വരെയും ഇന്ത്യയിലെ മൊത്തം സ്റ്റേറ്റിലും മൊത്തം യൂണിയൻ ടെറിട്ടറീസിലുമായിട്ടുള്ള കോളേജുകളിലേക്ക് അവിടുത്തെ കുട്ടികളൊക്കെ എഴുതുന്ന എക്സാമാണ്. അപ്പം നാഷണൽ ലെവൽ കോമ്പറ്റീഷനാണ്. അത് മാത്രമല്ല സെൻട്രൽ യൂണിവേഴ്സിറ്റി, നമ്മൾ കേരളത്തിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി പഠിക്കാൻ ബെറ്റർ നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കുന്നതാണ്. കാരണം നമുക്ക് പുതിയ കാര്യങ്ങൾ അറിയാനും നമ്മുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യാനും പല കാര്യങ്ങൾക്കും സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് നമ്മൾ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല സ്ട്രോങ് അക്കാഡമിക് എൻവയോൺമെൻറ്റ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ +2 പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്, നിങ്ങൾക്ക് ആഫ്റ്റർ +2 നിങ്ങൾ ഒരു ഡിഗ്രിക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണ്? CUT ആട്ടോ. നിങ്ങൾ കേരളത്തിലെ ഡിഗ്രി മോശമാണല്ലോ ഞാൻ പറഞ്ഞത്, കേരളത്തിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാനുള്ള കോളേജുകളൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾ കുറേ കൂടി എക്സ്പോഷർ കിട്ടണമെങ്കിൽ, കുറേ കൂടി നിങ്ങൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ, കുറേ കൂടി നിങ്ങൾ അക്കാഡമിക്സ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾ CUT എക്സാം എഴുതിയേ പറ്റൂ. അങ്ങനെ CUT എക്സാം എഴുതിയിട്ട് UGC അണ്ടറിലുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റീസിൽ അടിപൊളി കോഴ്സുകൾ, BA ഹിസ്റ്ററിയുടെ ഹോണേഴ്സ് പഠിക്കാം, BA പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഹോണേഴ്സ് പഠിക്കാം. നിങ്ങൾക്ക് സിവിൽ സർവീസ്, IAS, IPS, IFS അടക്കമുള്ള കാര്യങ്ങൾ ക്രാക്ക് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇനിയും നിങ്ങൾക്ക് CUT റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതാ ഈ നമ്പറിലേക്ക് നിങ്ങളൊന്ന് വാട്സപ്പ് ചെയ്തോ, ബാക്കി നമ്മുടെ ടീം ക്ലിയർ ആക്കി തരും. ഓൾറെഡി നമ്മുടെ ചാനലിൽ CUT റിലേറ്റഡ് ആയിട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കാണട്ടെ, എങ്ങനെ അപ്ലൈ ചെയ്യണം, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് കോളേജ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ മൊബൈൽ നമ്പറിലേക്ക് എന്ത് ചെയ്താൽ മതി, ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് ബീൻ നാഫി സൈനിങ് ഓഫ്. ബൈ.